സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ഏകീകൃത സോഫ്റ്റ്വെയർ യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾക്ക് ഏകീകൃത സോഫ്റ്റ്വെയർ ഈ മാസം തന്നെ നടപ്പിലാക്കാൻ ഒരുങ്ങി സർക്കാർ. നിലവിൽ സംഘങ്ങളിൽ സോഫ്റ്റ്വെയർ നൽകുന്ന 35 കമ്പനികളുടെ കൺസോർഷ്യം രൂപീകരിച്ച് അവരാകും പൊതു സോഫ്റ്റ്വെയർ നൽകുക. നേരത്തെ കരാർ വിളിച്ചപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസിന് ലഭിച്ചെങ്കിലും സർക്കാർ പിന്നീട് നിലപാട് മാറ്റി. ഇത് നീണ്ടതോടെ പദ്ധതി നടപ്പാക്കണമെങ്കിൽ തുക വർദ്ധിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ പിന്മാറുമെന്നും TCS അറിയിച്ചു. സർക്കാർ TCSനെ ഒഴിവാക്കി ബദൽ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയിൽ രാജ്യം മുഴുവൻ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നുണ്ടെങ്കിലും കേരളം ആ പദ്ധതിയിൽ ചേരാൻ തയ്യാറായില്ല. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായവും നഷ്ടപ്പെട്ടിരുന്നു. സംഘങ്ങളിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ പൂർണ്ണമായും ഒഴിവാക്കാൻ നടപടിയുണ്ടാവില്ല. സഹകരണ സംഘങ്ങളിലെ സോഫ്റ്റ്വെയർ ചെലവും AMC ചെലവും ഗണ്യമായി വർദ്ധിക്കാൻ പുതിയ നടപടി കാരണമാകുമെങ്കിലും ക്രമക്കേടുകൾ തടയാൻ ഏകീകൃത സോഫ്റ്റ്വെയർ സഹായകമാകും. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High-grade coconuts, advanced technology, triple filter process. A product of Venganesheri Service Cooperative Bank.